മോളെ ഇനിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. മോള് പോയി കിടന്നുറങ്ങാൻ നോക്കാം. എല്ലാവരും കൂടി ചെയ്താ പെട്ടെന്ന് തീരില്ലേ? അപ്പൊ പെട്ടെന്ന് കിടന്നുറങ്ങിക്കൂടെ? രാജുവേട്ടൻ എന്തിനാ നിർബന്ധിക്കുന്നേ? പണിയെടുക്കുന്നവര് പണിയെടുത്തോട്ടെ. നന്ദിനി ഈ വീട്ടിലെ മരുമോളാ. നമ്മളോടൊപ്പം പണിയെടുക്കാൻ നിൽക്കുന്നത് ഈ കൊച്ചിന്റെ മഹത്വമാ. അല്ലെങ്കിലേ നിനക്ക് ഈ നന്ദിനിയുടെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല. അറിയാലോ ബാക്കിയുള്ള കൊച്ചമ്മമാര് കാണിക്കണത്. ഒന്നും മിണ്ടാതിരിക്കും രാജുവേട്ടാ. വേറെ പണിയൊന്നുമില്ലേ? ഒരു മരുമോള്. നമസ്കാരം സാർ. നന്ദിനി ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എനിക്ക് ഒരു ഓംലെറ്റ് വേണം. ഓംലെറ്റ്, നല്ല എരിവുള്ളൊരു ഓംലെറ്റ്. പാത്രങ്ങൾ കഴുകിക്കൊണ്ട് നിൽക്ക്. ഇനിയിപ്പോ പാചകമൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റില്ലെന്നോ? അതെ. പിന്നെ ഈ അടുക്കളയിലെ ജോലിക്കാര് ജോലിക്കാര് മനുഷ്യരല്ലേ, അവർക്കും ആവശ്യത്തിന് റെസ്റ്റ് വേണം. അല്ല മോളെ സാറേ, ഞാൻ ഉണ്ടാക്കി തരാം. രാജുവേട്ടൻ ഇപ്പൊ ഇനി ഒന്നും ഉണ്ടാക്കണ്ട. അപ്പോ എനിക്കൊരു ഓംലെറ്റ് ഉണ്ടാക്കി തരാൻ പറ്റില്ല? ആ പറ്റില്ല എന്ന് തന്നെയാ പറഞ്ഞത്. വേണ്ട, ഒരാളും ഉണ്ടാക്കണ്ട. ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. അയ്യോ സാറേ, സാറിനോട് ധിക്കാരം പറയുന്നത് കേട്ടോ. രാജുവേട്ടൻ ഉണ്ടാക്കി കൊടുത്തേ. അതെ, ഒരുത്തനും ഉണ്ടാക്കണ്ട. തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുട്ട ഇവിടെ, മുട്ട, കോഴിമുട്ട. അത് മുട്ട ഇരിക്കുന്നിടത്ത് നോക്കണം. പിന്നെ എന്നാ ചട്ടി എവിടെ? ചട്ടി 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 എവിടെ? എവിടെ ചട്ടി? എവിടെ ചട്ടി? ചട്ടി ചട്ടി ഇവിടെ ഇല്ലല്ലോ. എവിടെ? ഇതല്ലേ ചട്ടി. രാജേട്ടൻ മാറിയേ. ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞവര് സ്വയം ഉണ്ടാക്കി കഴിക്കട്ടെ. എന്താ എന്നെ വെല്ലുവിളിക്കുന്ന? സൂര്യനെ വെല്ലുവിളിക്കുന്ന? ഒരു ഓംലെറ്റ് എന്നല്ല, വേണമെങ്കിൽ സദ്യനെ ഉണ്ടാക്കിക്കളെ ഞാൻ. കാണിച്ചത് എന്നോടാകല. ഇത് കത്തുന്നില്ല. അല്ല, ഇതിപ്പോ എങ്ങനെ കത്തിക്കുന്നേ? അല്ല, എനിക്ക് മാറ്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ഇത്ര ഉള്ളായിരുന്ന. ഇതാ സാറേ മുട്ട. മുട്ട മുട്ട മുട്ട. കത്തി അവിടെ, കത്തി ഇപ്പൊ കൊണ്ടുവരുന്നു. ഇത് ചട്ടുവല്ലേ? ചട്ടുവെങ്കിൽ ചട്ടുവ. സാറിപ്പോ നോക്ക്, കണ്ട മുട്ട. മുട്ട അടിപൊളി മുട്ട സാർ. കണ്ട? ഇപ്പൊ കാണിച്ചു തരാം. അല്ല, ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത്? ഇതെന്താ ശരിയാവത്തെ? സാറേ, ഇതിന്റെ പേര് ഓംലെറ്റ്. സ്വയം കണ്ടുപിടിക്കട്ടെ രാജുവേട്ടാ. സദ്യ വരെ ഉണ്ടാക്കുന്ന ആളല്ലേ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്നെ വെല്ലുവിളി നേരിടാൻ വേണ്ടി താൻ എന്തെങ്കിലും കൃത്രിമം ചെയ്തോ? ഓംലെറ്റ് അല്ല ഉണ്ടാക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് ഉള്ളിയും മുളകും ഒക്കെ അരിഞ്ഞെടുക്കുക എന്നുള്ളതാ. അരിഞ്ഞെടുക്ക. അരി അരിയേ സാറ് മുളകും ഉള്ളി എടുക്കാൻ പോയതാ. അരിഞ്ഞു നീ ആയിക്കോട്ടെ. കണ്ടോ? ഇതെന്തിനാ? കുത്തിപ്പിടിച്ച് നടക്കാനാണോ? അരിയാണെങ്കിലേ ചെറുതായിട്ട് അരിയണം. അയ്യോ, കറക്റ്റ് അല്ലേ? കറക്റ്റാ? ഓക്കെ ഓക്കെ. കറക്റ്റ്.
ഇതും ചെറുതായിട്ട് അരിയണം. ഇതെന്താ കണ്ണിനൊരു എരിച്ചു? ആ. അടുക്കളപ്പണിക്കേ അങ്ങനെയൊക്കെ ഉണ്ട്. ഒന്നുമ്പോ അറിയില്ല, ഉണ്ടാക്കുമ്പോഴേ അറിയൂ. എന്നാലും വേഗം ആയിക്കോട്ടെ. രാജേട്ട ഒരു പ്ലേറ്റ് എടുത്ത്. മാഡം, എന്താ അടുക്കളയിൽ എന്താ നടക്കുന്നതെന്ന് മാഡത്തിന് അറിയോ? എന്താ അവൾ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? സൂര്യ സാർ ഒരു ഓംലെറ്റ് ചോദിച്ചപ്പോ ഉണ്ടാക്കി തരാൻ പറ്റില്ല, വേണേ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞു. ഞാനും രാജുവേട്ടനും ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞതാ. നന്ദിനി അതിന് സമ്മതിച്ചില്ല. അടുക്കളയില് സാറിനെ പണിയെടുപ്പിച്ചോണ്ടിരിക്കുവാ. അത്രയ്ക്ക് അഹങ്കാരമായി അവൾക്ക്. എങ്കിൽ അതെനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞതാണെന്ന് പറയല്ലേ മാഡം. അല്ല, ഞാൻ ഇത് അതവിടെ ഇരിക്കട്ടെ. മുട്ട എടുത്തോട്ടെ. ഞാൻ വേണ്ട. അല്ല, ഇത് ശരിക്കും ഇത്രേ ഉള്ളോ? ഇനി ഉപ്പ് കൂടി ഇടണം. ഓ, ഉപ്പ് 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 എടുത്ത് ഞാൻ ഇടാം. അയ്യോ സാറേ, അത്രയും ഇത് കഴിക്കാനുള്ളതല്ലേ, കളയാനുള്ളതല്ലല്ലോ. ഇത്രയും മതിയോ? അതെ അതെ, മതി മതി. ഇനി ഇത് നന്നായിട്ട് ഇളക്കിക്കോ. കണ്ട കൊള്ളാം.